ആകട്ടെ. വാർപ്പുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ള അകത്തേത്തറയിലാണ്. അകത്തേത്തറയിൽ ഇവിടെ നമ്മുടെ പാലം പണി നടക്കുന്നത് ഏകദേശം എത്ര വർഷമായി ചേട്ടാ? ഏകദേശം ഇത് വർഷം തുടങ്ങിയിട്ട് ഗേറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് 5 വർഷമായി. 5 വർഷമായി. അല്ല, ഈ പാലം 7 വർഷമായി. 7 വർഷം കഴിഞ്ഞു അല്ലേ? 7 വർഷം കഴിഞ്ഞു. പാലം ഇപ്പോൾ പണി നടന്ന് കാണുന്നുണ്ട്. ഇപ്പം നടക്കാൻ ഇപ്പോഴാണ് കുറച്ച് ജനങ്ങളും അവർ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ആയിട്ടില്ല. ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒന്നും അറിയില്ല. കോൺട്രാക്ടേഴ്സ് മാറിയതുകൊണ്ട് കോൺട്രാക്ടർമാർ മാറി. ഈ സബായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ ഇതേമാതിരി ലേബേഴ്സിന്റെ പ്രോബ്ലം കൊണ്ട്. ലേബേഴ്സ് പ്രോബ്ലം അല്ല, ലേബേഴ്സിന് പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ അവരെ ഒരു കോൺട്രാക്ടർ എടുത്ത് വെച്ചിട്ട് അവർക്ക് റൂം സെറ്റ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ ഭക്ഷണത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അന്യനാട്ടിൽ നിന്ന് വന്ന് എന്തെങ്കിലും കൊടുക്കണ്ടേ? അവരതിനാണല്ലോ ജോലിക്ക് വരുന്നത്. കൂലി കൊടുക്കുന്നില്ല. അപ്പൊ അത് ഈ കിട്ടാതെയാണ് സമയത്ത് അതൊക്കെ എല്ലാം അറിയാത്ത ആൾക്കാരുമല്ല. അപ്പൊ അവര് ഒരു സുപ്രഭാതത്തിൽ രാത്രി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ റൂം 1-2 ആൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. അതുകൂടി അവർ ഒഴിഞ്ഞു പോയി. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്ര കാലം വൈകാൻ കാരണം. കോൺട്രാക്ടറിന് പൈസ പലതരം സബ്ബായിട്ട് മാറ്റുന്നതും പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ഈ ഹൈദരാബാദിനും അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നതാണ്. അതൊക്കെ ഒരു മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാൻ കൊടുത്താൽ തന്നെ അത് സെറ്റ് ചെയ്ത് വരാൻ തന്നെ കാരണങ്ങളാവും. അങ്ങനെയുള്ളത് കൊണ്ടാണ്, മറ്റുള്ള വേറെ പ്രശ്നങ്ങളൊന്നും. എത്രയും പെട്ടെന്ന് ഇത് ഇപ്പോൾ ബാക്കിൽ കാണാൻ പറ്റും. പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും ഒരു ഡിസംബറിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിക്കാം. അവർ പറയുന്നത് മാസത്തിന്റെ കണക്കാവുള്ളൂ. അതുകൊണ്ടൊന്നും ആവില്ല. എന്നാൽ ഈ പോക്കറ്റ് റോഡുകളൊക്കെ ശരിക്കും ഇത് ഈ പാലത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ? ബുദ്ധിമുട്ടല്ലേ? ഒരു എമർജൻസി ആംബുലൻസ് കാര്യങ്ങൾ എല്ലാം തന്നെ. അതുകൊണ്ടാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. കാര്യമൊക്കെ സംഭവിച്ചത് പിന്നെ റെയിൽവേ ഗേറ്റ് അടുത്തായതുകൊണ്ട് നേരത്തെ ഉള്ളവർക്ക് കുറേ ഇതിൽ വെച്ച് ഇതായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഇത് വന്നതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. കുറച്ച് വൈകിയെന്ന് മാത്രം. അല്ല, വൈകിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതിന്റെ ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും പഴകി കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ റോഡ് പോയിട്ട് നേരെ അപ്പുറത്തോടെയാണ് പോണത്. വലിയക്കൊള്ളി റോഡ് ബുദ്ധിമുട്ടി. അത് ഇപ്പോൾ ആദ്യം തന്നെ ബുദ്ധിമുട്ടി. ഇപ്പോഴും പോകണമെങ്കിൽ ഈ സമയത്ത് ആ റോഡ് കൂടെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പാലക്കാട് എത്തുമ്പോഴേക്കും 1 മണിക്കൂറാവും. അതേ സമയത്ത് ഇതങ്ങോട്ട് കഴിഞ്ഞതാണെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങനത്തെ ഗുണമുണ്ട്. ഏതായാലും വരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് വരട്ടെ. ശരിക്കും ജനങ്ങളുടെ ഇടപെടൽ ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ശക്തമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് ഫണ്ടുകളല്ലേ, അത് ഓരോ ഇതിൽ വരുന്ന സമയത്ത് അത് പല വിധത്തിൽ ചെയ്തിട്ട് ഇതൊക്കെ അങ്ങനെ മാറി പോകുന്നതിൻ്റെ വ്യത്യാസങ്ങളൊക്കെയാണ്. പിന്നെ അതുമല്ല ഇതൊക്കെ അതർ സ്റ്റേറ്റിലുള്ള എംപ്ലോയീസാണ് മുഴുവൻ വരേണ്ടത്. നമ്മുടേതായിട്ടുള്ള ജനങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള മറ്റേ തൊഴിലാളികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അവരാകുമ്പോൾ ഇപ്പോൾ ഈ മഴയത്ത് പണിയെടുക്കുന്നുണ്ട്. അതേ സമയത്ത് രാത്രിയാണെങ്കിൽ അവർ പണിയെടുക്കാൻ തയ്യാറാണ്. വെയിലത്താണെങ്കിൽ അവർക്ക് ഇതിനെക്കോട്ടെ ഉഷാറാണ്. നമ്മളവർക്കാണെങ്കിൽ 11 മണിയാകുമ്പോഴേക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പുറത്ത് പോകണം. ഇവർക്കൂടെ അതില്ല. നമ്മളാളുകൾ കുറ്റം പറയുന്നല്ല. അങ്ങനെയുള്ള പണിയാണത്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളവരുടെ പണിയൊക്കെ നമ്മുടേതായിട്ടുള്ള ഈ നമ്മുടെ നാട്ടിൻപുറത്ത് അവർക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവർ ചെയ്യാനും തുടങ്ങി. നാട് നടാനൊക്കെ തുടങ്ങി. മറ്റുള്ള പണി അത് ശരിക്കും അത് നമ്മുടെ ആളുകളുടെ മേലെ മിസ്റ്റേക്ക് അല്ല. മിസ്റ്റേക്ക് അല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളെ കിട്ടുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ടാണ്. എന്തായാലും പാലം പണി നടന്നുകൊണ്ടിരിക്കുന്ന അത് കണ്ടത് എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാകും എന്ന് വിചാരിക്കും അല്ലേ? പൂർത്തിയാകും. അത് ഗ്യാരണ്ടി തന്നെ. വീട് ഇവിടെ തന്നെ, വീട് കല്ലേപ്പുറ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാകട്ടെ ആശംസിക്കുന്നു. ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതൊക്കെ ചെയ്യേണ്ട പണി ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. എന്നാലേ ആരും ആർക്ക് വിധത്തിലുള്ള കംപ്ലൈൻ്റ് ഒന്നുമില്ല. പലവരും പലതും പറയാതൊന്നും ഇതിലൊന്നും പ്രശ്നമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയിട്ട് പണി പ്രാബല്യത്തിൽ വരട്ടെ. ആയി 80% ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പ്ലാന്റ് കൂടിയിട്ടൊന്നും മറ്റേ ഇത് വാർപ്പ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അത് സൈഡൊക്കെ എടുക്കുന്നു. പണി തന്നെ ഉള്ളൂ. ഇതൊക്കെ വിചാരിച്ചാൽ ഇപ്പോൾ 10-50 പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നേരത്തെ അതല്ല, ആൾ കുറവായിരുന്നു. ആൾ വന്നിട്ടും പോയിട്ടുമായിട്ട് കുറവായിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട്
ഒരു 50 പേര് ആൾക്കാർ മേലെ പണിയെടുക്കാൻ പറഞ്ഞു. അത് കാരണം ഡിസൈഡ് ചെയ്തപ്പോൾ മഴയത്ത് പണി നോക്കുന്നത് മഴയത്താണെങ്കിലും രാത്രിയാണെങ്കിലും ഇവരുടെ കോൺക്രീറ്റിന് മറ്റേ ഒരൊറ്റ പ്രശ്നമില്ലാത്ത മെറ്റീരിയലാണ്. നമ്മളമാതിരി സെറ്റാകണമെന്നുണ്ട്. ഇതുകൊണ്ട് ഇടലും 15 മിനിറ്റിനുള്ളിൽ സെറ്റാകും. അതുകൊണ്ട് പേടിക്കാനാണ്. അതുകൊണ്ട് പണി ചെയ്യുന്നവർക്കും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ മറ്റേ എഞ്ചിനീയേഴ്സുമാർ പറയുന്നുണ്ട്. അവരും സൂപ്പർവൈസർമാർ പിരിയുന്നില്ല. അങ്ങനെയുള്ള ഇത് ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യും, പെട്ടെന്ന് ആവുകയും ചെയ്യും. അത്രയും പെട്ടെന്ന് ആകട്ടെ. ആകും, ആകട്ടെ. ഒരു സ്വപ്ന പദ്ധതിയല്ലേ? അതന്നെ ഇനി ആകാനില്ല. ആത്മവിശ്വാസം എന്തായാലും ഈ ചേട്ടന് ആത്മവിശ്വാസം കാര്യം നടക്കട്ടെ. താങ്ക് യു. ശരി.